My name is Swati Sodan and I am working as an assistant professor in AAA department of SNIT Ado. Okay. So today we are going to study the subject Sustainable Engineering. It is having a course code MCN 201. Okay. So KTUവിൻ്റെ അണ്ടറിൽ S3യുടെ കരിക്കുലത്തിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ഒരു ഹ്യൂമാനിറ്റീസ് പേപ്പറാണ് സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. ഇത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ പറ്റിയും ഹ്യൂമൻ ഇൻട്രാക്ഷൻസും നമ്മുടെ എക്കോണമി ഡെവലപ്മെൻറ്റ് കൊണ്ടും ഒക്കെ നമ്മുടെ ഭൂമിക്കും അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിനുണ്ടായ ഇമ്പാക്ട്സ് അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ചില മെത്തേഡ്സ് അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ലോസ്, ഓക്കെ, സോ അങ്ങനെ വന്നിട്ടുള്ള കുറേ ആക്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നത്. അതായത് നമ്മുടെ ഡെവലപ്മെൻറ്റ്, നമ്മുടെ ഹ്യൂമൻസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത പല കണ്ടുപിടുത്തങ്ങളും പിന്നീട് നമ്മുടെ എൻവയോൺമെൻറ്റിനെ ദോഷകരമായി ബാധിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ നമ്മുടെ എൻവയോൺമെൻറ്റിനെ ബാധിക്കാതെ ഹ്യൂമൻ ഗ്രോത്ത്, നമ്മുടെ സൊസൈറ്റിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയുടെ ഗ്രോത്ത്, ഇത് മൂന്നും കൂടെ എങ്ങനെ കൊണ്ടുപോകാം എന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്ന് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ഈ സസ്റ്റൈനബിലിറ്റിയുടെ കുറച്ച് ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ കൺസെപ്റ്റ്, അതിൻ്റെ എവല്യൂഷൻ, പിന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചില മെക്കാനിസംസും ചില ഗോൾസും ആണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അറിയാം, സോ ഇപ്പം നമ്മൾ എന്തിനാണ് ഹ്യൂമൻ ബീയിങ്സ് സസ്റ്റൈനബിലിറ്റിയെ പറ്റി ചിന്തിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫിഗറിൽ നിന്ന് അറിയാം, അപ്പോൾ നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്തോ ഒരു സാധനമാണ് ഈ സസ്റ്റൈനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? നമ്മുടെ എർത്തിനെ നല്ല ഗ്രീനിഷ് ആയിട്ട് കാണിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ചുറ്റും എർത്തിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എർത്തിലെ കാര്യങ്ങളാണ് നമ്മുടെ ഇതിൻ്റെ ചുറ്റും ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വീട്, മരങ്ങൾ, ഇലക്ട്രിസിറ്റി, കറണ്ട്, പിന്നെ ബാഗ്സ്, ലൈറ്റ്, റീസൈക്ലിങ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻസിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലിവിങ്, അതോടൊപ്പമുള്ള എക്കോണമി ഗ്രോത്ത് എങ്ങനെ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആക്കാം എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ശാഖയാണ് സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്. ഓക്കെ, സോ ഇപ്പം നമ്മൾ ആലോചിക്കുന്നുണ്ടാവും വൈ സസ്റ്റൈനബിലിറ്റി, വൈ വി നീഡ് ടു സ്റ്റഡി സസ്റ്റൈനബിലിറ്റി. ഓക്കെ, ഇപ്പോൾ നമ്മൾ സസ്റ്റൈനബിലിറ്റിയെ പറ്റി ചിന്തിക്കാൻ മാത്രം എന്താണ് കാര്യം? ഓക്കെ, സോ സസ്റ്റൈനബിലിറ്റിയെ പറ്റി ചിന്തിക്കാൻ റീസൺ ഉണ്ട്. The concept of sustainability became so important nowadays because of the irreparable damage caused to the environment by industrial civilization and consumerism. ഓക്കെ, എന്താണ് ഇപ്പം നമ്മൾ സസ്റ്റൈനബിലിറ്റിയെ പറ്റി പഠിക്കണമെങ്കിൽ അതിനൊരു റീസൺ വന്നത് എന്താണ്? അവിടെ എന്ത് സംഭവിച്ചു? ഇർറിപ്പയറബിൾ ഡാമേജ്. എന്തിന്? നമ്മുടെ എൻവയോൺമെൻറ്റിന് നന്നാക്കാൻ പറ്റാത്ത ഡാമേജ്, നാശം സംഭവിച്ചിരിക്കുന്നു നമ്മുടെ എൻവയോൺമെൻറ്റിന്. എന്ത് കാരണം? നമ്മുടെ സിവിലൈസേഷൻ, കൺസ്യൂമറിസം, ഹ്യൂമൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളാൽ നമ്മുടെ എൻവയോൺമെൻറ്റിന് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഡാമേജുകൾ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. സോ അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിന് ഡാമേജ് സംഭവിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇപ്പോൾ എൻവയോൺമെൻറ്റിന് ഡാമേജ് വരും എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ എക്കോണമിക് ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ ഒരു നിലനിൽപ്പിന് ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അതിന് നമുക്ക് കുറേ ആവശ്യങ്ങളുണ്ട്. അതിന് എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ പറ്റില്ല. അതേസമയം ഇതെല്ലാം വേണം എന്നും കൊണ്ട് എൻവയോൺമെൻറ്റിനെ കളയാനും പറ്റില്ല. ബിക്കോസ് വി ആർ ലിവിങ് ഇൻ ദാറ്റ് ഹാബിറ്റാറ്റ്. എൻവയോൺമെൻറ്റാണ് നമ്മുടെ ഹാബിറ്റാറ്റ്. ഓക്കെ, സോ അപ്പം നമുക്ക് ഇതിനെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ നമ്മളുടെ ഹ്യൂമൻ്റെ തന്നെ സിവിലൈസേഷനും കൺസ്യൂമറിസം കൊണ്ടും നമ്മുടെ എൻവയോൺമെൻറ്റിന് ഡാമേജ് സംഭവിച്ചപ്പോഴാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റിയെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. ഓക്കെ, സോ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത് നമുക്ക് ചെറിയ മിഥ്യാധാരണകളുണ്ടായിരുന്നു. നമ്മൾ മനുഷ്യരാണല്ലേ,
നമുക്ക് ചെറിയ ചെറിയ ഇച്ചിരി അഹങ്കാരം എന്നോ അല്ലെങ്കിൽ ചിലതൊന്നും കണ്ടില്ല നടക്കുന്ന ഒരു ശീലം നമ്മൾ മനുഷ്യർക്കുണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള മനുഷ്യന്റെ ചില സ്വഭാവം ദൂഷ്യങ്ങൾ, അതായത് വരും കാലത്തെ പറ്റി ചിന്തിക്കാതെയുള്ള ചില എടുത്തുചാട്ടങ്ങൾ അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ ഈ എൻവയോൺമെന്റിന് എന്താണ് പ്രോബ്ലം ഉണ്ടായത് അല്ലേ. സോ അപ്പോൾ അതിന് മനുഷ്യന് കുറെ അസംഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ മനുഷ്യന് ചില മിഥ്യാധാരണകൾ, മിത്സ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? എർത്ത് ബിലോങ്സ് ടു ഹ്യൂമൻസ് ഉള്ളി. മനുഷ്യന്റെ വിചാരം എന്താണ്? എർത്ത് എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി മാത്രം ഉള്ളതാണെന്ന്. ഓക്കെ, നമ്മൾ ഭൂമിയുടെ അവകാശികൾ എന്നൊക്കെ പറഞ്ഞ കഥകളൊക്കെ വായിച്ചവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഭൂമിയുടെ അവകാശികൾ നമ്മൾ മാത്രമാണോ? അല്ല. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇഗ്നോറിങ് ദ ഫാക്ട് ദാറ്റ് ഹ്യൂമൻസ് ആർ പാർട്ട് ഓഫ് ദ എർത്ത്സ് ബയോസ്ഫിയർ. അതായത് നമ്മൾ നിലനിൽക്കുന്നത് തന്നെ എർത്തിന്റെ ബയോസ്ഫിയർ, എർത്തിന്റെ എൻവയോൺമെന്റിലാണെന്നുള്ള ഒരു ഒരു സത്യം, ഒരു ഫാക്റ്റ് മറന്നുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ. ഓക്കെ, പിന്നെന്ത് സംഭവിച്ചു? നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു, എർത്ത്സ് സ്റ്റോക്ക് ഓഫ് റിസോഴ്സസ് ആർ ഇൻഫൈനൈറ്റ് അല്ലേ. എർത്തിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസ്, അതായത് നമ്മൾ ഈ പറയുന്ന പോലെ പെട്രോളിയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുഴിച്ചെടുക്കാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണെന്നാണ് മനുഷ്യൻ ധരിച്ചു വെച്ചിരുന്നത്. അല്ല, എല്ലാ സാധനത്തിനെയും നമുക്ക് ചൂഷണം ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് അല്ലേ. ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രതികരിക്കാൻ തുടങ്ങും. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ തന്നെ പ്രളയവും സുനാമി അങ്ങനെയൊക്കെയുള്ള പ്രതിഭാസമൊക്കെ വരാനുള്ള റീസൺ എന്താ? നമ്മൾ പ്രളയം വരാനുള്ള റീസൺ എന്താ? നമ്മൾ ഭൂമിയുടെ, നമ്മുടെ എൻവയോൺമെന്റിൽ പാടം, നമ്മുടെ കേരളത്തിന്റെ പച്ചപ്പിലും ഒക്കെ പാടങ്ങളും ഒക്കെ വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ആയിരുന്നു. നമ്മൾ നമ്മുടെ സിവിലൈസേഷനും നമ്മളുടെ എക്കോണമിക്കൽ ഗ്രോത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പാടങ്ങളൊക്കെ നികത്തി വലിയ വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞപ്പം വെള്ളം ഒഴുകി പോകാൻ സ്ഥലമില്ലാണ്ടായി. അപ്പോൾ ആ വെള്ളം എങ്ങോട്ട് വന്നു? നമ്മൾ താമസിക്കുന്നത്. നമ്മൾ വെള്ളത്തിന്റെ വഴി മുടക്കിയാൽ വെള്ളം അതിന്റെ വഴി തന്നെത്താനെ കണ്ടുപിടിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ, സോ അതും നമ്മുടെ ഒരു ഇറിപ്പയറബിൾ ഡാമേജ് ആണ്. ഓക്കെ, സോ അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? എർത്തിന്റെ സ്റ്റോക്ക് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണെന്നൊരു തെറ്റിദ്ധാരണ മനുഷ്യനുണ്ടായിരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ക്യാൻ ബിയർ എനി എമൗണ്ട് ഓഫ് ഡാമേജ് കോസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റി. അതെ, നമ്മൾ പറയും നമ്മുടെ അമ്മമാരെയൊക്കെ നമ്മൾ എത്ര നോവിച്ചാലും അവർ നമ്മൾ മക്കളാന്നുള്ള കാര്യം മറക്കത്തില്ല അല്ലേ. അതായത് നമ്മൾ എത്ര നോവിച്ചാലും അവർക്ക് നമ്മളോടൊരു മമത ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ എൻവയോൺമെന്റിനകത്ത് നമ്മൾ എന്ത് ചെയ്താലും അതിന് സഹിക്കാൻ പറ്റും എന്നുള്ള ചില ധാരണകൾ. സോ ഇത്രയും ഒരു മിഥ്യാധാരണകളാണ് മനുഷ്യനെ സസ്റ്റൈനബിലിറ്റി എന്നൊരു കൺസെപ്റ്റിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇതുപോലുള്ള മിഥ്യാധാരണകൾ കാരണം നമ്മൾ ഇറിപ്പയറബിൾ ആയിട്ടുള്ള ഡാമേജസ് നമ്മുടെ എൻവയോൺമെന്റിൽ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് വന്നു? നമുക്ക് നിലനിൽക്കണമെങ്കിൽ സസ്റ്റൈനബിലിറ്റി എന്നൊരു കാര്യം ആവശ്യമായി വന്നു. ഓക്കെ, സോ അവിടെ നമ്മൾ എന്ത് ചെയ്തു? സസ്റ്റൈനബിലിറ്റിയെ പറ്റി തിങ്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സോ എന്നാൽ ഈ സിവിലൈസേഷനും കൺസ്യൂമറിസം കൊണ്ട് നമുക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ലൈക്ക് നമ്മുടെ എക്കോണമിയെ ഫ്ലറിഷ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ലിവിങ് ക്വാളിറ്റി, ഒരു സൊസൈറ്റിയിലെ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലിവിങ് ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ അതേപോലെ തന്നെ നമുക്ക് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. എന്താണ്? നമ്മൾ നമ്മുടെ എൻവയോൺമെൻറ്റിന് ഇറിപ്പയറബിൾ ആയിട്ടുള്ള ഡാമേജസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി അല്ലേ. പിന്നെ അതിനൊക്കെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഓസോൺ പാളിയിലെ വിള്ളലുകൾ അല്ലേ. സോ അതൊക്കെ, അതുപോലെ നമ്മുടെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് കൂടുന്നതും, നമ്മുടെ ഇപ്പോഴത്തെ ചില സമയത്ത് ചൂടൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലേ. ഒക്കെ ഹ്യൂമൻ ആക്ടിവിറ്റിക്ക് കാരണം ഉണ്ടായതാണ്. നമ്മൾ ഹ്യൂമൻ എൻവയോൺമെൻറ്റിനെ നമ്മൾ പൊല്യൂട്ട് ചെയ്യുന്നു, അത് നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് കാണിച്ചു തരും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് സസ്റ്റൈനബിലിറ്റിക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കാം. ഓക്കെ, സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് മീൻ ചെയ്യുന്നത്? സസ്റ്റൈനബിലിറ്റി ഈസ് ദ എബിലിറ്റി ടു അച്ചീവ് കണ്ടിന്യൂയിങ് എക്കണോമിക് പ്രോസ്പെരിറ്റി while protecting the natural systems of the planet and providing a high quality of life for its people. ഓക്കെ, സോ അപ്പോൾ എന്താണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ എക്കണോമിക് പ്രോസ്പെരിറ്റി നമ്മൾ അച്ചീവ് ചെയ്യണം, കണ്ടിന്യൂസ്ലി അച്ചീവ് ചെയ്യണം ബൈ എന്താണ്? പ്രൊട്ടക്റ്റിംഗ് ദ നാച്ചുറൽ സിസ്റ്റംസ്. ഓക്കെ, നമ്മുടെ പ്ലാനറ്റിലെ നാച്ചുറൽ സിസ്റ്റംസിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഹൈ ക്വാളിറ്റിയിൽ തന്നെ അതിൻ്റെ തന്നെ ഹൈ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, അതായത് അതിൻ്റെ ക്വാളിറ്റി ഒട്ടും തന്നെ കുറയാതെ
ആ ക്വാളിറ്റി എന്താണ് കുറയാതിരിക്കുന്നതിൻ്റെ റീസൺ? നമ്മൾ ജീവിക്കണമെങ്കിൽ, പീപ്പിളിന് ജീവിക്കണമെങ്കിൽ ഹൈ ക്വാളിറ്റി എൻവയോൺമെൻറ്റ് തന്നെ വേണം. സോ നമ്മുടെ നാച്ചുറൽ സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റി ഒന്നും കുറയാതെ തന്നെ എക്കണോമിക് പ്രോസ്പെരിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഈ സസ്റ്റൈനബിലിറ്റിയുടെ എന്താണ് സസ്റ്റൈനബിലിറ്റിയുടെ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഈ അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ഫിഗർ വെച്ചിട്ടാണ്. സോ നമ്മൾ ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ എന്താണ് 3 കമ്പോണൻസ് ആണുള്ളത്. ഓക്കെ, സോ സസ്റ്റൈനബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റിന് കോട്ടമൊന്നും തട്ടാതെ അതിൻ്റെ ക്വാളിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഹ്യൂമൻസിൻ്റെ, പീപ്പിൾസിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള എബിലിറ്റിയാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആ സസ്റ്റൈനബിലിറ്റിക്ക് 3 കമ്പോണൻസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന് എൻവയോൺമെൻറ്റ്. ഓക്കെ, ദ മേജർ കമ്പോണൻറ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റി സിസ്റ്റം ഈസ് എൻവയോൺമെൻറ്റ്. ആ എൻവയോൺമെൻറ്റിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ എക്കോണമി ഡെവലപ്പ് ചെയ്തു. ഓക്കെ, സോ സെക്കൻഡ് പാർട്ട് ഈസ് എക്കോണമി. ആ എക്കോണമി ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഗുണം ആർക്കാണ് കിട്ടുന്നത്? ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫോർ, അല്ലെങ്കിൽ ഇത് ആർക്ക് കിട്ടുന്നു? ഇറ്റ് ഈസ് ഗിവൺ ടു ദ സൊസൈറ്റി. സോ ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഫ്ലോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള നാച്ചുറൽ റിസോഴ്സസ് എടുത്തുകൊണ്ട് നമ്മൾ എക്കോണമി ഡെവലപ്പ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, എൻവയോൺമെൻറ്റിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അഗ്രികൾച്ചർ, ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ്, ഇൻഡസ്ട്രി, ട്രാൻസ്പോർട്ട് സർവീസ് ഒക്കെ ചെയ്യുന്നു. അതെല്ലാം നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്നാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ട്രാൻസ്പോർട്ടിൻ്റെ കാര്യം തന്നെ, അതിന് വേണ്ടുന്ന ഇന്ധനങ്ങൾ നമ്മൾ ഇവിടെ നിന്നാണ്, നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, സോ നാച്ചുറൽ റിസോഴ്സസ് എൻവയോൺമെൻറ്റിൽ നിന്നെടുത്ത് നമ്മുടെ എക്കോണമി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ആ ഡെവലപ്പ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു? സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, സോ ഇനി എന്താ, ഇത് ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോയില്ലെങ്കിൽ എന്താ, നമ്മൾ എക്കോണമിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എൻവയോൺമെൻറ്റിനെ നല്ലോണം ചൂഷണം ചെയ്താൽ അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അതേപോലെ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കൂടുതൽ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒരുപാട് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എക്കോണമിയെ ചൂഷണം ചെയ്യും, അവിടെ ഇമ്പാക്റ്റ് വരും. അതായത് ലേബർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെയുള്ള കുറേ നീഡ്സ് വരും. അതുപോലെ നമ്മൾ സൊസൈറ്റി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മളൊരു ഹാഷ് പുഷ് ലൈഫ്, ഇപ്പം നമ്മൾ പണ്ടത്തെ വീടുകളിലല്ല ഇപ്പം താമസിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പം അന്നത്തെ ആ ഒരു ലൈഫ് സ്റ്റൈലല്ല നമ്മൾ ഹ്യൂമൻ ബീങ്. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാടങ്ങളും കാര്യങ്ങളും ഒക്കെ നികത്തിയിട്ട് എന്ത് ചെയ്തത്? ആ പാടത്തിലൊക്കെ വലിയ 2 നില വീടുകളും കാര്യങ്ങളൊക്കെ വെച്ചത്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങോട്ട് വരും? എൻവയോൺമെൻറ്റിൽ വരും. സോ ഒരു സസ്റ്റൈനബിൾ ഇക്കോസിസ്റ്റം അല്ല, എൻവയോൺമെൻറ്റൽ ഇക്കോണമി സൊസൈറ്റി സിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ സിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നതാണ് എൻവയോൺമെൻറ്റ്, ഇക്കോണമി, സൊസൈറ്റി. ഇത് മൂന്നും തമ്മിലുള്ള ഒരു മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? സസ്റ്റൈനബിലിറ്റി. അതാണ് അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മുടെ സസ്റ്റൈനബിലിറ്റിയുടെ ആവശ്യം വരുന്നത്. ഇത് തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സസ്റ്റൈനബിലിറ്റിയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പ്രൊഡക്ഷനാണ് എക്കോണമി സൈഡിൽ നടക്കുന്നത്, കൺസംഷനാണ് സൊസൈറ്റി സൈഡിൽ നടക്കുന്നത്. ഓക്കെ, ഇനി എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് ബൈ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. ഓക്കെ, സോ എൻവയോൺമെൻറ്റൽ, ഇപ്പം നമ്മൾ പ്രൊഡക്ഷൻ്റെയും കൺസംഷനും ഒക്കെ കാരണം എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചില ഇമ്പാക്ട്സുകൾ, നമ്മൾ ഇമ്പാക്ട്സ് തൊട്ട് മുന്നത്തെ ഫിഗറിൽ നോക്കിയായിരുന്നു അല്ലേ? സോ അതിലുള്ള കുറച്ച് ഇമ്പാക്ട്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ നോക്കാം. സോ ഫസ്റ്റ് പോയിന്റ് ആണ് എക്സോഷൻ ഓഫ് റിസോഴ്സസ്. അതായത് നമ്മളെ വിചാരം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം കുറച്ച് പോയിന്റ്സ് പറഞ്ഞായിരുന്നു, എർത്തിൻ്റെ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് ആയിരിക്കും എന്നൊരു ധാരണ നമുക്കുണ്ട് അല്ലേ? സോ നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ്റെയും കൺസപ്ഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒക്കെ എൻവയോൺമെൻറ്റിനെ കൂടുതൽ ചൂഷണം ചെയ്ത് എന്ത് പറ്റും? ആ റിസോഴ്സൊക്കെ എന്ത് ചെയ്യും? തീർന്നു പോകും. എന്താണ് ആ റിസോഴ്സിന് എക്സാമ്പിൾ? വെള്ളം. നമുക്കിപ്പോൾ വെള്ളക്ഷാമം ഇല്ലേ? ശുദ്ധജലക്ഷാമം ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഓക്കെ, സോ അതുപോലെ പെട്രോളിയം, പിന്നെ അതുപോലെ ഫോറസ്റ്റ്. ഓക്കെ, നമ്മൾ കാടൊക്കെ നശിക്കുന്നില്ലേ? അതൊക്കെ ഒരു ഇമ്പാക്റ്റ് ആണ്.
പ്രൊഡക്ഷൻ്റെയും കൺസപ്ഷൻ്റെയും ആ ഒരു ക്രിട്ടിക്കൽ എമൗണ്ട് കൂടി കഴിയുമ്പം നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന സർട്ടൺ ഇമ്പാക്റ്റ് ആണ് എക്സോഷൻ ഓഫ് റിസോഴ്സസ്. സെക്കൻഡ് പോയിന്റ്, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അത് നമുക്ക് പറയേണ്ട കാര്യമില്ല. ചിലപ്പോൾ ചില മൃഗങ്ങളെയൊക്കെ വംശനാശം സംഭവിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പുലിയും എന്താ പറയുക വലിയ പെരുമ്പാമ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത് എന്താണ്, അവരുടെ ഹാബിറ്റാറ്റ് ഹ്യൂമൻ ഇൻട്രാക്ഷൻ കാരണം നഷ്ടപ്പെട്ടപ്പോൾ അവരെന്ത് ചെയ്തു, നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി അല്ലേ. സോ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ നശിക്കാൻ കാരണമാണ്. ഇനി എന്താ, ഡീഫോറസ്റ്റേഷൻ. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ, കാട് നശിക്കുക. നെക്സ്റ്റ് ആണ് ഓസോൺ ഡിപ്ലീഷൻ അല്ലേ. നമ്മളുടെ അന്തരീക്ഷത്തിൽ ക്ലോറോ കാർബൺസിന്റെ അളവ് കൂടി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്ത് പറ്റുന്നത്, ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്നത്. ഓസോൺ പാളിയിൽ വിള്ളലില്ലേ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കൊറോണ കാരണം ആൾക്കാരും പുറത്തുനിന്ന് ഇറങ്ങുന്നൊന്നുമില്ല. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ റോഡുകളിലുള്ള വാഹനങ്ങളുടെയും അങ്ങനെയുള്ള കുറേ പൊല്യൂട്ടൻസിൻ്റെയും അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ റേറ്റ് കുറേ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഓസോൺ പാളിയുടെ വിള്ളലുണ്ടായിരുന്ന ആ പോർഷൻസിൽ ആ വിള്ളൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ടെന്ന് ഇടയ്ക്കൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, ചെക്ക് ഔട്ട് ദാറ്റ്. സോ നെക്സ്റ്റ് ഒരു ഇമ്പാക്റ്റ് ആണ് ആസിഡ് ഡെപ്പോസിഷൻ. അതായത് ആസിഡ് റെയിൻ, ആസിഡ് ഫോഗ് എന്നൊക്കെ കേട്ടിട്ടില്ല. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്നതാണ്. സോ നെക്സ്റ്റ് ആണ് ഡെസേർട്ടിഫിക്കേഷൻ. അതായത് മരങ്ങളും കാടുകളും ഡീഫോറസ്റ്റേഷൻ പോലെ തന്നെ മരുഭൂമിവൽക്കരണം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് യൂട്രോഫിക്കേഷൻ. സോ അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സോ വാട്ടർ പൊല്യൂഷൻ്റെ ഭാഗമായിട്ട് എക്സസീവ് ഫെർട്ടിലൈസേഴ്സ് നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ നിയർ ബൈ വരുന്ന ജലാശയങ്ങളിലൊക്കെ എന്ത് പറ്റും, യൂട്രോഫിക്കേഷൻ ഉണ്ടാകും. അതായത് ഒരു കൈൻഡ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ആൻഡ് ദ ഫൈനൽ വൺ. ഇതുകൊണ്ട് തീരുന്നില്ല, ഒരുപാടുണ്ട്. ഞാൻ കുറച്ച് ഇമ്പാക്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രൊഡക്ഷനും കൺസപ്ഷനും ഒരു ലെവലിൽ കൂടി കഴിയുമ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചില ഇമ്പാക്ട്സ്. ഓക്കെ, സോ ഇതിന് ശേഷം എന്ത് സംഭവിക്കും, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഹ്യൂമൻസിനെയും ബാധിക്കും അല്ലേ. പിന്നെ നമുക്ക് കഷ്ടപ്പാടുകളാണ്. ഫ്രഷ് വാട്ടർ സ്കേഴ്സിറ്റി, അതെ, ശുദ്ധജലം കിട്ടാതാവും. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച്, പണ്ടൊക്കെ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ജൂൺ ജൂലൈ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മഴയാണ്. ഇപ്പം എപ്പോഴാണ് മഴ പെയ്യുന്നത്, നമുക്കിപ്പോൾ ഉറപ്പായി ഒരു ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ ഓഗസ്റ്റ് പകുതിയൊക്കെ ആകുമ്പോൾ തൊട്ട് നമുക്കിവിടെ പ്രളയമാണ്. ഓക്കെ, അങ്ങനെ ക്ലൈമറ്റിന് പല പല ചേഞ്ച് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കുന്നു നമ്മുടെ ചുറ്റിനും നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്പോഷർ ടു ടോക്സിക്സ് ഇൻ ഫുഡ്, എയർ, വാട്ടർ ആൻഡ് സോയിൽ. പറയേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. സോ അപ്പോൾ വാട്ടറിൽ നമ്മൾ പറയും, കുടിക്കുന്ന വെള്ളത്തിൽ, മണ്ണിൽ, എയറിൽ, ഈവൻ ഫുഡിൽ വരെ ടോക്സിൻസ് ആയി. നെക്സ്റ്റ് എമേർജിങ് ഡിസീസസ്. അതെ, ഡിസീസ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക. ഓക്കെ, സോ ഫുഡ് ഇൻസെക്യൂരിറ്റി, അതായത് നമ്മുടെ എന്താണ് ഈ പോവർട്ടി ഒക്കെ കാരണം ആവുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. നമ്മുടെ വൈൽഡ് ലൈഫ് റിസോഴ്സസ് ഒക്കെ കൂടുതലായി. ഇപ്പം നമ്മുടെ എന്താ പറയുക, ഇപ്പം നെൽപ്പാടങ്ങളൊക്കെ നമ്മൾ നശിപ്പിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മുടെ നെല്ലിൻ്റെ പ്രൊഡക്ഷൻ കുറയും. ഓക്കെ, കാശുള്ളവരാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്തൊക്കെ എടുക്കാം. പക്ഷെ എന്നാലും നമ്മൾ ഒരു എന്താണ് പറയുന്നത്, ഡെവലപ്പിംഗ് കൺട്രിയാണ്. അതിലെല്ലാവരും എക്കോണമിക്കലി സ്റ്റേബിൾ അല്ല. അപ്പം ഒരു പോവർട്ടി ഒരു വരാൻ കാരണമാകും. സോ എനർജി സ്കേഴ്സിറ്റി, അതായത് എനർജി റിസോഴ്സുകൾ, എനർജിയുടെ ഒരു അഭാവം ഉണ്ടാവാം അല്ലേ. അതുപോലെ ഇക്കോസിസ്റ്റം ഡാമേജ് ആൻഡ് ഹാബിറ്റാറ്റ് ലോസ്. ഓക്കെ, സോ നെക്സ്റ്റ് സീ ലെവൽ റൈസ്, അതായത് സുനാമി ഒക്കെ അങ്ങനെയൊക്കെയുള്ള കടലിൽ നിന്നുള്ള പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതൊക്കെ ഒരു എന്താണ്, നമ്മൾ കടലിലേക്ക് ഒരുപാട് വേസ്റ്റുകളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആ കടലിൻ്റെ ലെവല് റൈസ്. ഓക്കെ, സോ ഇവിടെയാണ് നമ്മളുടെ സിവിലൈസേഷനും അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷനും കൺസപ്ഷനും ഒക്കെ കൂടി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റും അത് കാരണം ഹ്യൂമൻസിന് അല്ലെങ്കിൽ നമുക്ക് അഫക്റ്റ് ചെയ്യുന്ന കുറേ ഇമ്പാക്ട്സും. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കീ കൺസെപ്റ്റ് ഫോർ സസ്റ്റൈനബിലിറ്റി അല്ലേ. സസ്റ്റൈനബിലിറ്റിയുടെ കീ കൺസെപ്റ്റിനെ പറ്റിയാണ്. ഓക്കെ, സോ അത് 2 കീ കൺസെപ്റ്റ്സ് ആണുള്ളത്. ഒന്ന് ഇൻ്റർ ജനറേഷണൽ ഇക്വിറ്റി. സോ ഇൻ്റർ ജനറേഷണൽ ഇക്വിറ്റി എന്ന് പറയുന്നത്
നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന എൻവയോൺമെൻറ്റും അതിൻ്റെ റിസോഴ്സസും അത് തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ അപ്കമിങ് ജനറേഷനിലേക്ക് അതിനെ പാസ് ചെയ്യുന്നു. ഓക്കെ, അതായത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നതിനെ നമ്മൾ പാരമ്പര്യമായി കൈമാറി വരുന്നതെന്ന് പറയത്തില്ല, അത് തന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സാധനം സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് കൈമാറുന്നു. രണ്ടാമത്തേതാണ് ഇൻട്രാ ജനറേഷൻ ഇക്വിറ്റി. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് എക്കണോമിക്കൽ ഗ്രോത്തിനെ നമ്മുടെ പൂവർ സെഷൻ എന്ന് പറഞ്ഞ പൂവർ സെഷൻസിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സപ്പോർട്ടിങ് എക്കണോമിക് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. സോ അങ്ങനെ രണ്ട് കീ കൺസെപ്റ്റ്സ് ആണ് നമുക്കുള്ളത്, ഇന്റർ ജനറേഷണൽ ഇക്വിറ്റി ആൻഡ് ഇൻട്രാ ജനറേഷണൽ ഇക്വിറ്റി. സോ അറ്റ് ദ എൻഡ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെയും ഇക്കോണമിയുടെയും സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റിയുടെയും ഒരു കോറായി അതിൻ്റെ ഈ മൂന്ന് കാര്യവും ഒരേപോലെ വരുന്ന ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു ഇഫക്റ്റാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. അതെ, ഇപ്പോൾ നമ്മളിവിടെ ഒരു പൈഡയഗ്രമായിട്ട് കാണിച്ച സ്ഥിതിക്ക് അപ്പോൾ ഇത് മൂന്നും കൂടെ ബാലൻസ് ചെയ്ത് വരുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, സോ ഇതാണ് എന്ത്, സസ്റ്റൈനബിലിറ്റി. ആ സസ്റ്റൈനബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ബാലൻസ് ചെയ്യണം, സൊസൈറ്റിയെയും എക്കണോമിയെയും എൻവയോൺമെൻറ്റിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. സോ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം സസ്റ്റൈനബിലിറ്റി? Sustainability means balancing environment, society and economy. Okay. So thank you.